സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക നിലവറയുടെ ഭാഗത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന് ഗൗതം പറഞ്ഞത് വിശ്വസിച്ച് വരുൺ നിലവറനെ അങ്ങോട്ടേക്ക് പോകുവാണ്. രാധിക നിലവറയുടെ ഉള്ളിലുണ്ടെങ്കിൽ അയാളോട് മനസ്സ് തുറക്കണം, പറയാനുള്ളതെല്ലാം പറയണം. അങ്ങനെ പറഞ്ഞ് വരുൺ നിലവറയുടെ വാതിൽ തുറക്കുവാണ്. ആ സമയം വരുണിൻ്റെ കയ്യിൽ നിന്നും ആ മുല്ലപ്പൂ താഴെ പടിക്കെട്ടി വീഴുവാണ് കേട്ടോ. അങ്ങനെ വരുൺ അതിൻ്റെ അകത്തേക്ക് കയറുക. എന്നിട്ട് രാധികയെന്ന് വിളിച്ച് അവിടെയെല്ലാം രാധികയെ തിരയുവാണ് കേട്ടോ. ഇതെല്ലാം കണ്ട് ഗൗതം തൊട്ട് പിന്നാലെ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുകയും വാതിലിലൂടെ മറഞ്ഞു നിൽക്കുകയും ചെയ്യുവാണ്. ഈ സമയം വരുണാണെങ്കിൽ അവിടെയെല്ലാം രാധികയെ വിളിച്ച് നടക്കുക. രാധികയെ താനിത് എവിടെയാണ് പോയി വിളിച്ചിരിക്കുന്നത്? ദേ മര്യാദക്ക് പുറത്തേക്ക് വന്നേ. അങ്ങനെ അതുവഴി വരുൺ ഇങ്ങനെ നടന്നു നോക്കുമ്പോഴായിരിക്കോട്ടോ താഴത്തേക്കൊരു ഇറങ്ങിപ്പോകാനുള്ള ഒരു ഡോറ് കാണുന്നത്. താഴെ ഒരു ബേസ്മെൻറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്. അങ്ങനെ വരുൺ ആ ഡോറ് പതിയെ പൊക്കുവാണ്. എന്നിട്ട് താഴത്തേക്ക് നോക്കുന്നുണ്ട്. രാധികെ താൻ അവിടെ ഉണ്ടോ? അങ്ങനെ വരുൺ പതിയെ താഴത്തേക്കുള്ള ആ സ്റ്റെപ്പ് ഇറങ്ങി അതിൻ്റെ അടിയിലേക്ക് പോകുവാണ്. ഇത് കാണുന്ന ഗൗതം അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് ആ വാതിൽ പുറത്തുനിന്ന് അങ്ങ് പൂട്ടി വെക്കുവാണ്ടോ. ഈ സമയം വരുൺ വേഗം തന്നെ വാതിൽ തുറക്കാൻ പറയുവാണ്. ആരാ അത്? മര്യാദക്ക് വാതിൽ തുറക്ക്. ബിജു, അച്ഛാ, ഓടിവാ എന്നൊക്കെ പറഞ്ഞ് വരുൺ എല്ലാവരുടെയും പേര് വിളിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഈ സമയം ഗൗതമാണെങ്കിൽ അത് ലോക്ക് ചെയ്ത് നിലവറയുടെ പുറത്തേക്കുള്ള ആ വാതിലും അടക്കുവാണ്. എന്നിട്ട് അവിടെ നിന്നും ഓടിപ്പോകുവാണ് കേട്ടോ ഗൗതം. ഈ സമയം വരുണാണെങ്കിൽ ഫോണിൽ ആ ടോർച്ച് കത്തിച്ചിട്ട് അവരുടെ ഡോറി തട്ടി വിളിച്ചുകൊണ്ടിരിക്കുക. അതെ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, ബിജു എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ് വരുൺ. താഴത്താണെങ്കിൽ ഫുൾ ഇരുട്ടാണ്. വരുണാണെങ്കിൽ അവിടെ നിൽക്കാനേ പറ്റുന്നില്ല കേട്ടോ, തീരെ ശ്വാസവും കിട്ടുന്നില്ല. അങ്ങനെ വരുൺ സഹായത്തിനായിട്ട് ആരെങ്കിലും ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനും കൽപ്പനയും ഉർവശിയും കൂടി സംസാരിച്ച് നിൽക്കുന്നതാണ്. ഈ സമയത്തായിരിക്കോട്ടോ ഗൗതം അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അച്ഛാ, ഞാൻ വരുണിനെ ആ നിലവറയിൽ പൂട്ടിയിട്ടു. അതെങ്ങനെ എന്ന് കൽപ്പന ചോദിക്കുക. അന്നേരം ഗൗതം പറയണേ, അതില്ലേ ആ രാധിക കുറച്ച് നേരമായിട്ട് നിലവറയുടെ ഭാഗത്ത് കറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ആ വിവരം വരുണിനോട് പോയി പറഞ്ഞു. ആ രാധിക അവിടെ നിലവറയുടെ ഭാഗത്ത് കറങ്ങുന്നുണ്ട്, അവിടെ അപകടമുള്ള സ്ഥലമാണ്, ഒന്ന് സൂക്ഷിക്കണമെന്ന് ആ കുട്ടിയോട് പറയാൻ പറഞ്ഞു. അങ്ങനെ രാധികയെ അന്വേഷിച്ച് വരുണ നിലവറയുടെ ഉള്ളിലേക്ക് പോയി. ആ സമയം അവന് ഞാനവിടെ ഇട്ട് പൂട്ടി. അച്ഛാ, ഒരു കാരണവശാലും ആരും ആ നിലവറയുടെ ഭാഗത്തേക്ക് വരുണിനെ അന്വേഷിച്ച് പോകാൻ പാടില്ല. അതെങ്ങനെയെങ്കിലും തടയണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന് തന്നെ അവൻ്റെ അന്ത്യം ഒരുക്കുന്നതോടെ അതിൻ്റെ ഉള്ളിൽ ശ്വാസം പോലും കിട്ടില്ല, മരണം ഉറപ്പാണ്. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, അക്കാര്യം ഞാനേറ്റു. എന്താണെങ്കിലും ഏട്ടനെ കുറച്ച് മുമ്പ് ഒരു കോള് വന്നിട്ടുണ്ട്. കുടുംബത്തിലുള്ള ഒരാൾക്ക് ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ്. അതിൻ്റെ പിന്നിൽ ഞാൻ തന്നെയാണ്. ഇനി നാളെ വരുണിൻ്റെ മരണവാർത്ത അറിയുമ്പോഴേക്കും പുറത്തു നിന്നൊരാൾ ചെയ്തതാണെന്ന് ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഇങ്ങനൊരു പണി ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സമയം കളയാനില്ല, നമുക്ക് എല്ലാവരെയും കൂട്ടി എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം. അന്നേരം കൽപ്പന ചോദിക്കണേ, അതെങ്ങനെയാ? വരുണില്ലാതെ ഇവിടെ നിന്ന് ആരെങ്കിലും വരുമെന്ന് തോന്നുന്നുണ്ടോ? ആ സമയം ചന്ദ്രശേഖരൻ പറയണേ, എല്ലാവരുടെയും ശ്രദ്ധ മറ്റു രീതിയിലേക്ക് തിരിച്ചുവിടണം. നിലവറയുടെ കാര്യം ആരും ഓർക്കാൻ പോലെയുള്ള സമയം നമ്മൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ നീക്കം ചെയ്യാനായിട്ട്. എന്താണെങ്കിലും വാ, ഇപ്പോൾ എല്ലാവരും കൂടി വരുണിനെ അന്വേഷിക്കാൻ തിരിച്ചു തുടങ്ങും. നമുക്കും അങ്ങ് കൂടെ കൂടാന്നേ. ആർക്കും ഒരു സംശയത്തിനിട്ട് കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയും പ്രിയങ്കയും കൂടി നിൽക്കുന്നതാണ്. അന്നേരം പരമേശ്വരൻ പ്രിയങ്കയോട് ചോദിക്കണേ, അല്ല പ്രിയങ്ക മോളെ വരുണിനെ വിളിക്കാൻ പോയതല്ലേ, കുറേ നേരമല്ലോ, എന്നിട്ടെന്താ വരുൺ വരാഞ്ഞത്? അന്നേരം പ്രിയങ്ക പറയണേ, ഞാൻ വിളിച്ചതാച്ച, നിർബന്ധിച്ചതാണ്, പക്ഷെ വരുൺ കേൾക്കണ്ടേ. വരുൺ ആ പ്രതിഷ്ഠയുടെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അന്നേരം പരമേശ്വരൻ പറയണേ, ഞാൻ കുറച്ച് നേരത്തെ ചെന്നപ്പോഴും അവൻ അവിടെ പ്രതിഷ്ഠയുടെ അവിടെ നിൽക്കുമായിരുന്നു. ബിജു, നീ ഒരു കാര്യം ചെയ്യ്, നീ ചെന്ന് വരുണിനെ നോക്കിയിട്ട് വാ. അങ്ങനെ ബിജു അവിടെ എല്ലാം വരുണിനെ അന്വേഷിച്ച് പോകുവാണ്. ഈ സമയം രാധിക അങ്ങോട്ടേക്ക് വരുമായിരിക്കും കേട്ടോ. അങ്ങനെ രാധികയെ കാണുന്നതും പ്രിയങ്ക ചോദിക്കണേ, ചേച്ചി വരുണിനെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? അന്നേരം രാധിക പെട്ടെന്ന് ഇല്ല എന്ന് പറയുവാണ് കേട്ടോ. ആ സമയം പത്മിനി പറയണേ, കുറേ നേരമായി വരുണിനെ കാണുന്നില്ല, ഇവിടെ എല്ലായിടത്തും നോക്കി, കുറച്ച് നേരം മുമ്പ് ആ പ്രതിഷ്ഠയുടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ഇപ്പം അവിടെയും കാണുന്നില്ല. അത് കേട്ടിട്ട് രാധികയും ടെൻഷനാകുക. അന്നേരം പരമേശ്വരൻ പറയണേ, നിങ്ങൾ എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എല്ലാവരും ചെന്ന് വരുണിനൊന്ന് നോക്ക്. അങ്ങനെ പ്രിയങ്കയും മുത്തശ്ശിയും രാധികയും എല്ലാവരും അവിടെ വരുണിനെ അന്വേഷിച്ച് നടക്കുവാണ്. ഇതേസമയം വരുണാണെങ്കിൽ അവിടെ തീരെ ശ്വാസം കിട്ടാതെ വല്ലാതെ കഷ്ടപ്പെടുവാണ് കേട്ടോ. അമ്മേ, അച്ഛ, രാധികയെ, മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് വരുൺ വിളിക്കുന്നുമുണ്ട്. ഫോണെടുത്ത് അവർ കോൾ ചെയ്യാൻ നോക്കുവാണെങ്കിൽ അതും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ വരുൺ വല്ലാതെ അവശനാവുകയാണ്. അവിടെ ആകെ തളർന്നിരിക്കുവാണ് കേട്ടോ വരുൺ. ഈ സമയം പ്രിയങ്ക ചന്ദ്രശേഖരൻ്റെ കടയിലേക്ക് എത്തുക. ചെറിയച്ച, വരുൺ ഇവിടെയൊന്നും കാണുന്നില്ല, എല്ലാവരും ഒന്ന് വേഗം അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിക്കുകയാണെന്നും പറഞ്ഞ് ചന്ദ്രശേഖരനും പ്രിയങ്കയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എന്നിട്ട് അവർ നേരെ പരമേശ്വരൻ്റെ പത്മിനിയുടെ അരികിലെത്തുവാണ് കേട്ടോ. ഏട്ടാ, ഇവിടെയൊന്നും വരുണിനെ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ, ഇവനിതെവിടെ പോയതാ?
ഇനി ചിലപ്പോൾ പൂജയിലും മറ്റും താല്പര്യമില്ലാത്ത കാരണം വരുൺ ചിലപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയതാണെങ്കിലോ എന്ന കൽപ്പന ചോദിക്കുക. അന്നേരം പത്മിനി പറയണേ, എന്നാലും അവൻ ആരോടും ഒരു വാക്കും പറയാതെ പോകുമോ? ഇല്ല, എന്തോ ഒരു ആപത്ത് എൻ്റെ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ സമയം പരമേശ്വരൻ പറയണേ, ചന്ദ്രശേഖര, എനിക്ക് കുറച്ചു മുമ്പ് ഒരു കോള് വന്നിരുന്നു. നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു. ഒരു ഭീഷണിയായിരുന്നു അത്. അന്നേരം കൽപ്പന ചോദിക്കണേ, അല്ല ആരാ നമ്മൾ വിളിച്ചങ്ങനെ ഭീഷണിപ്പെടുത്താൻ? ആരാന്നറിയില്ല. ചോദിക്കുന്നതിന് മുമ്പേ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. എന്തോ ഒരു ടെൻഷൻ പോലെ. എൻ്റെ വരുണിനി എന്തെങ്കിലും അപകടം സംഭവിക്കുമോ? അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, അങ്ങനെയാണെങ്കിൽ ഏട്ടാ, നമ്മളിവിടെ തിരക്കി നിന്ന് സമയം കളയുന്നതിൽ അർത്ഥമില്ല. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ വരുണിൻ്റെ ജീവൻ കൂടുതൽ അപകടത്തിലാകും. ഏട്ടൻ വാ. അങ്ങനെ അവരെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ അവിടെയെല്ലാം ഓടി നടന്ന് വരുണിനെ അന്വേഷിക്കുമായിരിക്കും കേട്ടോ. ആ സമയം ബിജു രാധികയുടെ അരികിലേക്ക് വരുവാ. രാധികെ, അവിടുത്തെ എല്ലാവരും പോകാൻ നിൽക്കുവാണ്. അന്നേരം രാധിക ചോദിക്കണേ, അല്ല അപ്പോൾ വരുണിനെ കിട്ടിയോ? ഇല്ല, അവരെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിലാണ് പോകാൻ പോകുന്നത്. സ്റ്റേഷനിൽ പോയി ഉടനെ കംപ്ലൈൻറ്റ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. രാധികയും വാ. അന്നേരം രാധിക പറയണേ, ഇല്ല, വരുൺ ഇവിടെ തന്നെയുണ്ട്. എൻ്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. അന്നേരം ബിജു പറയണേ, രാധികെ, നീ ഇങ്ങനെ ഓരോന്നൊക്കെ പറയല്ലേ. അവിടെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക. അവരെ നീ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കല്ലേ. വേഗം വന്നേ. അങ്ങനെ പറഞ്ഞ് ബിജു അവിടെ നിന്നും പോകുവാണ് കേട്ടോ. എന്നാൽ ബിജു പറയുന്നതൊന്നും കേൾക്കാതെ രാധിക വീണ്ടും വരുണിനെ അന്വേഷിക്കുകയാണ്. പെട്ടെന്നാണ് നിലവറിയിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് രാധികയുടെ ശ്രദ്ധ പോകുന്നത്. അങ്ങനെ രാധിക അതിൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലുക. എന്നിട്ട് വരുണെന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അങ്ങനെ പതിയെ സ്റ്റെപ്പ് കയറുമ്പോഴായിരിക്കും പടിക്കെട്ടി കിടക്കുന്ന മുല്ലപ്പൂ രാധിക കാണുന്നത്. അങ്ങനെ ആ മുല്ലപ്പൂ കയ്യിലെടുത്ത് വരുൺ തൻ്റെ തലേന്ന് ആ മുല്ലപ്പൂ എടുത്ത കാര്യം രാധിക ഇങ്ങനെ ഓർക്കുവാണ് കേട്ടോ. അങ്ങനെ ആ മുല്ലപ്പൂ കൂടി കിട്ടുന്നതോടെ രാധിക ഉറപ്പാകുവാണ് വരുണി നിലവറൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളതെന്ന്. അങ്ങനെ ആ മുല്ലപ്പൂവും കയ്യിലെടുത്ത് ടെൻഷനോടുകൂടി നിലവറയിലേക്ക് നോക്കി ആലോചിച്ച് നിൽക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്